ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം നരേന്ദ്രമോദി ഈ മേഴ്സി കോളേജിന്റെ ആകാശത്ത് ഇപ്പോൾ ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ആരവും നമുക്ക് തീർച്ചയായും ഹെലികോപ്റ്റർ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് തൊട്ട് മുകളിലൂടെ ഹെലികോപ്റ്റർ കടന്നു പോകുന്നു. നരേന്ദ്രമോദി പാലക്കാട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനായി ആയിരക്കണക്കിന് ആളുകൾ ഈ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി തമ്പടിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടിലെ തയ്യാറാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിൽ ഇറങ്ങും. അതിനുശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ വരവേൽക്കും. അവിടെ ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ പ്രതിനിധികൾ ഇതിനകം പാലക്കാട് മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരാണ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ച് പുറത്തേക്ക് എത്തിക്കും. പിന്നീട് കോട്ടയ്ക്ക് അടുത്തെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കും. ഈ റോഡിന്റെ ഇരുവശത്തുമായി ബാരിക്കേഡുകൾ കെട്ടി തിരിച്ചിരിക്കുന്നു. ആ ബാരിക്കേഡുകൾക്കുള്ളിൽ നൂറുകണക്കിന് ആളുകളാണ് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നത്. അദ്ദേഹം ഇതിനു മുമ്പും 2 വട്ടം പാലക്കാട് എത്തിയിട്ടുണ്ട്. അന്ന് കണ്ട ആളുകളാണ് വീണ്ടും അദ്ദേഹത്തെ ഒരു നോക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ പാലക്കാട്ടേക്ക് എത്തിക്കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഇപ്പോൾ കടന്നു വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനത്തിന് പാലക്കാട് പോലെ BJPക്ക് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണിൽ അവിടെ മോദി എത്തുമ്പോൾ പ്രവർത്തകർക്ക് ആവേശത്തിൽ കുറഞ്ഞ ഒന്നുമില്ല. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. നമ്മളോട് സംസാരിച്ച പല ആളുകളും പറഞ്ഞതും അത് തന്നെയാണ്. കാരണം മോദിയെ കാണാൻ വേണ്ടിയാണ്, മോദിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ അവിടെ കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ പാലക്കാട് സന്ദർശനം നമുക്കറിയാം BJPക്ക് നേരത്തെ പറഞ്ഞതുപോലെ വളക്കൂറുള്ള മണ്ണാണ്. ഒപ്പം അവിടെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ BJP കൃത്യമായി തന്നെ നിർത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ 2 ലക്ഷത്തിൽ പരം വോട്ടുകൾ അവിടെ വാങ്ങിയ ഒരു BJP നേതാവ് കൂടിയാണ്. അതിനുശേഷം മലമ്പുഴ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വന്ന BJPയുടെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് കൃഷ്ണകുമാർ. ഹെലികോപ്റ്റർ മൈതാനത്തേക്ക് ഇറങ്ങുന്ന, പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ദൃശ്യങ്ങൾ കൂടുതലായി കാണിക്കുന്നത് നമുക്ക് ചാനലുകൾക്ക് പരിമിതിയുണ്ട്. കാരണം അത് ഏറെ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് റോഡിന് ഇരുവശത്തും കാണാം അനവധി ജനങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം റോഡ് ഷോ ആരംഭിക്കും. 10:30 എന്ന് പറഞ്ഞ് ഒരു പക്ഷേ 10-15 മിനിറ്റ് വൈകിയാൽ പോലും പ്രധാനമന്ത്രി റോഡ് ഷോ ആവേശത്തോടുകൂടി തന്നെ ജനം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ മുദ്രാവാക്യം വിളികളാണ് അവിടെ മോദിയുമായി ബന്ധപ്പെട്ട. നേരത്തെ മോദി അല്പ ദിവസങ്ങൾക്ക് മുൻപ്, വെള്ളിയാഴ്ച കൃത്യം പറഞ്ഞാൽ 3 ദിവസം മുമ്പ് പത്തനംതിട്ടയിലെത്തിയപ്പോഴും സമാനമായ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ അവിടെ പത്തനംതിട്ടയിൽ മോദിയെ സ്വീകരിച്ചത്. മണിക്കൂറുകൾ കാത്തുനിന്ന് കനത്ത ചൂടിലും പാലക്കാടൻ ചൂടിനെ കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതുപോലെ ചൂടുള്ള ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. അവിടെയാണ് ഈ റോഡിന്റെ ഇരുവശവും കനത്ത വെയിലും പ്രവർത്തകർ, BJP പ്രവർത്തകർ, മോദിയുടെ അനുഭാവികളൊക്കെ അദ്ദേഹത്തെ കാണാനായി കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്. ആവേശകരമായ ഒരു പര്യടനം, ഒരു റോഡ് ഷോ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ പാലക്കാട്ടെ മാത്രമല്ല, സമീപത്തുള്ള തൃശ്ശൂര് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതായാലും BJP ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെ വലിയ പോരാട്ടം BJP കാഴ്ചവെക്കുന്നുമുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ BJPക്ക് പാലക്കാടൻ മണ്ണിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമായി തന്നെ അറിയിക്കണം. അതിന് പ്രധാനമന്ത്രി അല്ലാതെ മറ്റൊരു ആളെ അവർക്ക് അവിടെ അവതരിപ്പിക്കാനുമില്ലതാനും. MS അനീഷ് കുമാർ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അനീഷ്, പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു. ഇനി അധികം താമസമില്ലല്ലോ അല്ലേ? തീർച്ചയായും അല്പസമയത്തിനകം ഔദ്യോഗികമായ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി എത്തിയ ഹെലികോപ്റ്റർ ഇതിനകം തന്നെ മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടിൽ എത്തി. താഴ്ന്ന് പറന്ന് ഹെലികോപ്റ്റർ താഴേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് നൽകിയിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കൃത്യമായി മാധ്യമങ്ങളെ കടത്തിവിടാതെ, അല്ലെങ്കിൽ അതീവ സുരക്ഷാ മേഖല ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്തത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം, ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്ന് സാവധാനം ലാൻഡ് ചെയ്യുന്ന ഇത് നമുക്കിവിടെ നിന്നും കാണാം. അവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, BJPയുടെ മറ്റു പോഷക സംഘടനകളുടെ ഭാരവാഹികൾ, സാമൂഹിക സാംസ്കാരിക മത രംഗങ്ങളിലെ നേതാക്കൾ എന്നിവർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി അവിടെയുണ്ട്. അദ്ദേഹത്തെ യാത്ര അയക്കുന്നതിനായി പാലക്കാട് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർ ചേർന്നാണ് അവർ ഉച്ചക്കത്തേക്ക് സജ്ജമായി ഇപ്പോൾ തന്നെ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച കാണാം. ഒപ്പം സർക്കാരിൻ്റെ പ്രതിനിധികൾ, ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ എന്നിവരെല്ലാം അദ്ദേഹത്തെ
സ്വീകരിക്കാനായി അവിടെ എത്തിയിട്ടുണ്ട്. താഴ്ന്നു പറന്ന് ഈ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള വ്യൂഹം സുരക്ഷാ വ്യൂഹത്തിനോടൊപ്പമുള്ള ഹെലികോപ്റ്റർ ഇപ്പോൾ മേഴ്സി കോളേജ് മൈതാനത്ത് പറന്നിറങ്ങുന്ന കാഴ്ച. ഒരു വശത്തു നിന്നും ആളുകൾ ആരവങ്ങൾ ഒഴുകുന്നുണ്ട്. പ്രധാനമന്ത്രി എത്തിയെന്ന വിവരം ആളുകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇത്തരമൊരു ആരവം ഒഴുകുന്നത്. ഔദ്യോഗികമായ പ്രോട്ടോകോൾ നടപടികൾ ഉടൻ പൂർത്തിയാക്കും. ഹെലികോപ്റ്റർ താഴേക്ക് എത്തിയാൽ അതിൻ്റെ കറക്കമൊക്കെ അവസാനിക്കുമ്പോഴാണ് അദ്ദേഹം അകത്തുനിന്നും പുറത്തേക്ക് ഇറങ്ങുക. തുടർന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും BJP പ്രവർത്തകരുടെയും ഒക്കെ ആളുകൾ അവിടെ ഉണ്ടാവും അദ്ദേഹത്തെ സ്വീകരിക്കാൻ. അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം നമ്മളിപ്പോൾ നിൽക്കുന്ന ആ വഴിയിലൂടെ മുന്നോട്ട് പോകും എന്നാണ്. അതായത് മേഴ്സി കോളേജിന്റെ മുൻവശത്തോടെയുള്ള ഈ വഴിയിൽ കൂടെയാണ് അദ്ദേഹം പോവുക. എന്തായാലും പോലീസ് സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയത് കൊണ്ട് തന്നെ പ്രധാന വഴിയിൽ നിന്നും കുറച്ചു മാറിയാണ് മാധ്യമങ്ങളെ നിർത്തിയിരിക്കുന്നത്. അതിനിപ്പുറം ജനങ്ങളുണ്ട്. ജനങ്ങൾ വലിയ തോതിൽ ഈ ചെറിയ ഇടറോഡുകളിലും മറ്റുമൊക്കെ അദ്ദേഹത്തെ കാണാനായി, അദ്ദേഹത്തിനൊന്ന് കൈവീശി കാണിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. വലിയ ആവേശം തന്നെയാണ് ആളുകൾക്കുള്ളത്.